നമ്മൾ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി. ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിനെ നമ്മൾ വിളിക്കുന്നത് ഡ്രൂഡ് മോഡൽ എന്നാണ്. അപ്പം നമുക്കിതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് അസംഷൻസ് പഠിക്കണം. ഇതിൽ ഓരോ പോയിൻറ്റും വളരെയധികം ശ്രദ്ധിക്കണം. ഇതാണ് നമുക്ക് സെറ്റിന് ഫോക്കസ് ചെയ്തിട്ട് വരുന്ന ഓരോ MCQ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് വരിക. സോ അസംഷൻസ് ഓഫ് ഡ്രൂഡ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. ലൈക്ക് ഒരു 5 അസംഷൻസ് ആണ് നമുക്കുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് ആ അസംഷൻസ് നോക്കും. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് വണ്ണാണ് ഇലക്ട്രോൺ ബിഹേവ് ലൈക്ക് എ ക്ലാസിക്കൽ പാർട്ടിക്കിൾ. അപ്പം ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി അല്ലെങ്കിൽ ഒരു ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ ഇലക്ട്രോൺ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അപ്പം ബാക്കിയുള്ളത് പറഞ്ഞാൽ ഇലക്ട്രോൺ മൂവ് ഫ്രീലി ഇൻസൈഡ് എ മെറ്റൽ ബട്ട് ഒക്കേഷണലി കൊളൈഡ് വിത്ത് ഇലാസ്റ്റിക്കലി വിത്ത് സം അതർ അയോൺസ്. ഓക്കെ, സോ ഫസ്റ്റ് പോയിൻറ്റ് കഴിഞ്ഞു, സെക്കൻഡ് പോയിൻറ്റ് കഴിഞ്ഞു. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ കൊലീഷൻസ് റാൻഡമൈസ് ഇലക്ട്രോൺ വെലോസിറ്റീസ്. ഫോർത്ത് എന്ന് പറയുമ്പം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആക്സിലറേറ്റ് ഇലക്ട്രോൺ ബിറ്റ്വീൻ കൊലീഷൻസ്. പിന്നെ ഓംസ് ലോ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി. ഓക്കെ, സോ ഈ പോയിൻറ്റ്സ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൽ ഫസ്റ്റ് വൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതൊന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് പോയിൻ്റാണ് നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് ആൻ ഇലക്ട്രോൺ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ഇലക്ട്രോണിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? F is equal to മൈനസ് ഇ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇ പറഞ്ഞാൽ ഇലക്ട്രോണിക് ചാർജ്, പിന്നെ മറ്റേത് ഇലക്ട്രിക് ഫീൽഡ്, ക്യാപിറ്റൽ ഇ ഈസ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഇതാണ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ. ഇനി ആക്സിലറേഷൻ, ഇവർ തമ്മിലുള്ള ആക്സിലറേഷൻ, ഇപ്പോൾ ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ കൊളീഷൻ്റെ അവിടെ എന്തുണ്ടാവും? ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. സോ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വി നോ ദ ബേസിക് ഫോർമുല F is equal to ma. ഇതിൽ നിന്ന് ആക്സിലറേഷൻ എന്തായിരിക്കും? A is equal to F by m. F is equal to minus E divided by m. സോ നമുക്ക് എന്ത് കിട്ടി? ആക്സിലറേഷൻ കിട്ടി. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഇ ഡിവൈഡഡ് ബൈ എം. സോ ഈ രണ്ട് ബേസിക് എക്സ്പ്രഷൻസ് നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കണം. ഇൻ കേസ് പ്രോബ്ലംസ് എങ്ങനെയെങ്കിലും വന്നാൽ നമുക്കത് എഴുതാൻ അറിയണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മീൻ ഫ്രീ ടൈം വൺസ് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മീൻ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ടൈം, ആവറേജ് ടൈം ബിറ്റ്വീൻ കൊലീഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുമ്പോൾ അവർ ആ കൊലീഷൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആവറേജ് ടൈം. ഓക്കെ, സോ ഇറ്റ്സ് ആൻ ആവറേജ് ടൈം ബിറ്റ്വീൻ ദ കൊലീഷൻ. സോ ആ മീൻ ഫ്രീ ടൈമിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, സോ ഇതാണ് മീൻ ഫ്രീ ടൈം. ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് എന്താണ്? ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നമുക്ക് അതിൻ്റെ ഫോർമുല അറിഞ്ഞാലാണ് അത് എഴുതാൻ പറ്റത്തുള്ളൂ. സോ ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് VD എന്നാണ്, which is nothing but like we know that acceleration is equal to velocity by time. So velocity will be is equal to acceleration into time. ഇതാണ് നമ്മുടെ ഫോർമുല, ബേസിക് ഫോർമുല. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഓക്കെ, ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് എ. പക്ഷെ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മീൻ ഫ്രീ ടൈമാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ടി നമ്മൾ എന്ത് എഴുതണം? ടോ എഴുതണം. ആൻഡ് ആക്സിലറേഷൻ വി നോ ദാറ്റ് ഇറ്റ് ഇസ് മൈനസ് ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടോ. So now we got the expression for, ഇതാണ് very important equation for average drift velocity. Now next point എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. കറണ്ട് ഡെൻസിറ്റീനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് J ആണ്. ഞാൻ ബേസിക് എക്സ്പ്രഷൻസ് മാത്രമാണ് ഇവിടെ പറയുന്നത്, ഇക്വേഷൻസ്. സോ കറണ്ട് ഡെൻസിറ്റി is given by the equation minus NeVT. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് എക്സ്പ്രഷൻ. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് മീൻസ് VDനെ നമുക്കുണ്ട് അല്ലേ. സോ മൈനസ് NE ഇൻറ്റു മൈനസ് ഇ ടോ ബൈ എം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് മൈനസ് പ്ലസ് ആയി പോകുന്നു. സോ NE സ്ക്വയർ ടോ ബൈ എം ഇൻറ്റു ഇ. ഓക്കെ, സോ ഇ സ്ക്വയർ വരും. ഇതാണ് കറണ്ട് ഡെൻസിറ്റീൻ്റെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കണം. മൈനസ് NeVDയും പിന്നെ VD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ
മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് പഠിക്കണം. പിന്നെ ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, അവിടെ നിന്നാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി. സോ ഈ ഫോർമുലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീൻ്റെ ഇക്വേഷൻ നോക്കുന്നത്. ഓക്കെ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സിഗ്മ എന്ന് പറഞ്ഞൊരു സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. സോ സിഗ്മ എന്ന് പറഞ്ഞാൽ സി, ഈ ജെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇ. ഓക്കെ, സോ ഈ ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിൽ വരുന്നത്. സോ സിഗ്മ എന്ന് പറഞ്ഞാൽ എൻ ഇ സ്ക്വയർ ടു ബൈ എം. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർമുല ഫോർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. സോ സിഗ്മ ഇസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടു ബൈ എം. സോ ഇതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഫോർമുല. നമ്മൾ പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആയിരിക്കണം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ ടേം വരുമ്പോൾ തന്നെ നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കണം. ഓക്കെ, ഈ ഫോർമുല വെച്ച് കണക്റ്റഡ് ആയിട്ടിരിക്കണം. സോ ഇതിൽ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. പിന്നെ ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണിക് ചാർജാണ്. ടോ എന്താണ്, മീൻ ഫ്രീ പാത്താണ്. എം എന്താ, മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഒന്ന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പഠിച്ചു വെക്കണം, പിന്നെ കറണ്ട് ഡെൻസിറ്റി, നെക്സ്റ്റ് വൺ ഇസ് ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, മീൻ ഫ്രീ പാത്ത്, ഈവൻ ദോ അതിനൊരു ഡെറിവേഷനൊന്നുമില്ല. പിന്നെ നമുക്കുള്ള ഇക്വേഷൻ നമ്മൾ പിന്നെ പഠിച്ചത് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇ ആൻഡ് ആക്സിലറേഷൻ. സോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇപ്പോഴാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞത്. So these many equations are very important.